ಎಲ್ಲರೂ ನಿಂತುಕೊಂಡೆ ಕಣ್ಗಳನ್ನು ಮುಚ್ಚಿ ಕೈಗಳನ್ನು ಜೋಡಿಸಿ ಶಿರವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಬಾಗಿ ಹೇಳೋಣ. ಪರಮ ಪ್ರಸಾದಕ್ಕೆ ಪರಮ ಪ್ರಸನ್ನಕ್ಕೆ ಲೋಕದೆಲ್ಲರ ನಿನ್ನ ಸ್ತುತಿಗೆ ಯೋಗ್ಯರಾದ ನನ್ನ ಯೇಸುವಿಗೆ കരവയുടെ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ
ಮುದ್ರೆಯನ್ನು ಹಾಕೋಣ. ಉಳಿದವರು ಚೇರ್ ಮೇಲೆ ಕುಳಿತುಕೊಳ್ಳಿ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ಕಣ್ಗಳನ್ನು ಮುಚ್ಚಿ ಈ ಸಭೆಯಲ್ಲಿ ಪ್ರಭು ಯೇಸು ನಮ್ಮೊಬ್ಬೊಬ್ಬರನ್ನ ಪ್ರೀತಿಸುತ್ತಿದ್ದಾರೆ. എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കണ്ണുಗಳನ್ನು ಮುಚ್ಚಿ ದಯವಿಟ್ಟು ക്ലോസ് യുവർ ഐസ്. ഈശോ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു, അത് വിശ്വസിക്കുക. ഈശോ ഒരുപാട് കുടുംബങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ಪ್ರಭು ಯೇಸು ನಮ್ಮೆಲ್ಲರ ಕುಟುಂಬಗಳಲ್ಲಿ ಅಭಿಷೇಕಿಸುತ್ತಿದ್ದಾರೆ ಎಂದು ವಿಶ್ವಾಸಿಸೋಣ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ പറയുകയാണ്, കണ്ണുനീരോടെ അവർ വരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ച് അയക്കും. യെരമ്ಯನ ಗ್ರಂಥದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಅವರು ಕಣ್ಣೀರಿನಿಂದ ನಡೆದು ಬರುವರು, ಆದರೆ ನಾನು ಅವರನ್ನು ಆಶೀರ್ವದಿಸಿ ಅನುಗ್ರಹಿಸುವೆನು ಎಂಬುದಾಗಿ. യെരമ്യയോട് പറയുക, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുകയാണ്. യെരമ്ಯನಿಗೆ ಹೇಳುತ್ತಾರೆ, ನಿನ್ನ ಕಣ್ಣೀರನ್ನು ಒರೆಸುವೆನು, ನಿನ್ನ ಕಣ್ಣೀರಿಗೆ ಪ್ರತಿಫಲವನ್ನು ನೀಡುವೆನು ಎಂಬುದಾಗಿ. ഈശോ പറയുകയാണ്, നീ ഇത്രയും കാലം ചെയ്ത പാപങ്ങളൊന്നും ഞാൻ ഇനി ഒരിക്കലും ഓർക്കത്തില്ലെന്ന് പറയുകയാണ്. യേശു ಹೇಳುತ್ತಿದ್ದಾರೆ, ನಿನ್ನ ಪಾಪಗಳನ್ನು ನಾನು ಎಂದಿಗೂ ನೆನಪಿಗೆ ತಂದುಕೊಳ್ಳುವುದಿಲ್ಲ ಎಂಬುದಾಗಿ. അതിന്റെ മനസ്സിൽ പോലും വരത്തില്ലെന്ന് ദൈവം പറയുകയാണ്. ಅದನ್ನು ಮನಸ್ಸಿಗೂ ಜ್ಞಾಪಕಕ್ಕೆ ತಂದುಕೊಳ್ಳುವುದಿಲ್ಲ ಎಂದು യേശു ಹೇಳುತ್ತಿದ್ದಾರೆ. എന്റെ പാപം മൂലമാണോ എന്റെ കുടുംബത്തിൽ ഈ പ്രശ്നമെന്ന് വേദനിക്കുന്ന ഒരു മകളോട് പറയും, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതെന്ന്. ನನ್ನ ಕುಟುಂಬದ ದುರವಸ್ಥೆಗೆ ಅಯ್ಯೋ ನನ್ನ ಪಾಪವೇ ಕಾರಣ ಎಂದು ಯೋಚಿಸುತ್ತಿರುವ ಮಗಳಿಗೆ യേശു ಹೇಳುತ್ತಿದ್ದಾರೆ, ಮಗಳೇ ನಿನ್ನ ಪಾಪಗಳನ್ನು ಕ್ಷಮಿಸುತ್ತಿದ್ದೇನೆ, ಭಯಪಡಬೇಡ. ഈശോ ഇതാ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന 3 പേർക്ക് ഇതാ ദൈവിക സ്പർശനം ലഭിക്കുന്നു. ಯೇಸುವಿನಲ್ಲಿ ಕಣ್ಣೀರಿನಿಂದ ಪ್ರಾರ್ಥಿಸುತ್ತಿರುವ 3 ದೇವರು ವಿಶೇಷವಾಗಿ ಸ್ಪರ್ಶಿಸುತ್ತಿದ್ದಾರೆ. ദൈവമേ, എന്റെ ജീവിത പങ്കാളിയുടെ ഈ ദുശീലം എന്തോ ഒരു ഭാരമാണ് എന്റെ കുടുംബത്തിന് നൽകുന്നത് പ്രാർത്ഥിക്കുന്ന 7 കുടുംബങ്ങളെ ദൈവം സ്പർശിക്കുന്നു. ತನ್ನ ಜೀವನ ಸಂಗಾತಿಯಲ್ಲಿ ಕಾರ್ಯ ಮಾಡುತ್ತಿರುವ ದುರಭ್ಯಾಸಗಳು ಬಿಡುಗಡೆ ಮಾಡುವಂತೆ ಕಣ್ಣೀರಿನಿಂದ ಪ್ರಾರ್ಥಿಸುತ್ತಿರುವ 7 ಕುಟುಂಬಗಳಲ್ಲಿ ದೇವರು ಕಾರ್ಯ ಮಾಡುತ್ತಿದ್ದಾರೆ. മക്കളെ ഓർത്ത് കരയുന്ന 5 പേർക്ക് കർത്താവ് ഇതാ വലിയ അനുഗ്രഹം നൽകുക. ആ മക്കളുടെ പ്രശ്നം ഈശോ മാറ്റുമെന്ന് പറയുകയാണ്. ನಮ್ಮ ಮಕ್ಕಳ ಕುರಿತು ಕಣ್ಣೀರಿನಿಂದ ಪ್ರಾರ್ಥಿಸುತ್ತಿರುವ 5 ಜನರಿಗೆ ಆ ಮಕ್ಕಳಲ್ಲಿ ದೇವರು ಸಹಾಯ ಮಾಡುತ್ತಿದ್ದಾರೆ. കുടുംബത്തിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുഞ്ഞുണ്ട്. അവർ വിചാരിക്കുന്നത് ശാപമാണോ എന്ന്. യേശു പറയുകയാണ്, അത് ശാപമല്ല, അതൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നിന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്നതാണെന്ന്. ಕುಟುಂಬದಲ್ಲಿ ಒಂದು ಅಂಗವಿಕಲ ಮಗುವನ್ನು ಇಟ್ಟುಕೊಂಡಿರುವ ತಾಯಿ ಇದು ಯಾರ ಶಾಪವೋ ಎಂದು ಪಶ್ಚಾತ್ತಾಪ ಪಡುತ್ತಿದ್ದಾರೆ. ಇದು ಶಾಪವಲ್ಲ, ದೇವರು ನಿನ್ನ ಮಗುವನ್ನು ಗುಣಪಡಿಸುತ್ತಾರೆ, ಧೈರ್ಯದಿಂದಿರು. എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് ಎಲ್ಲರೂ ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತೋಣ. കണ്ണുകൾ അടച്ചു തന്നെ നിങ്ങൾ പിടിച്ചു പോകും. ಕಣ್ಗಳನ್ನು ಮುಚ್ಚಿ ಕರಗಳನ್ನು ಮಾತ್ರ ಮೇಲೆ ಕೆತ್ತಿ. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളും കുടുംബത്തിലുള്ള എല്ലാവരോടും ക്ഷമിക്കണമെന്ന്. ಪ್ರಭು ಯೇಸು ಈಗ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಾನು ನಿಮ್ಮ ಪಾಪಗಳನ್ನು ಕ್ಷಮಿಸಿದಂತೆ ನೀವು ಸಹ ಪರಸ್ಪರ ಎಲ್ಲರ ಪಾಪಗಳನ್ನು ಕ್ಷಮಿಸಿ ಬಿಡಿ. അപ്പൻ മൂലം ഒരു കുഞ്ഞുനാളിൽ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു മകളെ ഈശോ പറയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. ತಂದೆಯ ಮೇಲೆ ಬಹಳ ಕೋಪದಿಂದಿರುವ ಒಂದು ಹೆಣ್ಣು ಮಗಳಿಗೆ ಯೇಸು ಹೇಳುತ್ತಾರೆ, ನಿನ್ನ ತಂದೆಯನ್ನು ಕ್ಷಮಿಸು, ನಾನು ನಿನ್ನೊಟ್ಟಿಗೆ ಇರುತ್ತೇನೆ ಎಂಬುದಾಗಿ. അമ്മയോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള അനേകം പേര് ഈ കൂടെയുണ്ട്. യേശു പറയാണ്, ഞാൻ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കാവോ? ഈശോ നിന്നോട് കെഞ്ചി ചോദിക്കുന്നു. ತಾಯಿಯನ್ನು ಕ್ಷಮಿಸಲು ಸಾಧ್ಯವಾಗದೇ ಇರುವ ಅನೇಕರು ಇಲ್ಲಿದ್ದೀರಾ. ಯೇಸು ಕೇಳ್ತಾ ಇದ್ದಾರೆ, ನಾನು ನಿನ್ನನ್ನು ಕ್ಷಮಿಸಿದಂತೆ ನಿನ್ನ ತಾಯಿಯನ್ನು ನೀನು ಕ್ಷಮಿಸಿ ಬಿಡು ಎಂಬುದಾಗಿ. അമ്മായപ്പനോടും അമ്മായിയമ്മയോടും ഇൻലോസിനോടൊക്കെ വെറുപ്പുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ അവരെ ക്ഷമിക്ക്, ഞാൻ നിങ്ങളുടെ കുടുംബത്തെ ഇരട്ടി അനുഗ്രഹിക്കുന്നു പറയുകയാണ്. ಅತ್ತೆ ಮಾವ ತಂದೆ ತಾಯಿಯ ಮೇಲೆ ದ್ವೇಷ ಇರೋರಿಗೆ ಯೇಸು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನೀನು ಅವರನ್ನು ಕ್ಷಮಿಸಿ ಬಿಡು, ನಾನು ನಿನ್ನ ಕುಟುಂಬವನ್ನು 2 ಪಟ್ಟು ಆಶೀರ್ವದಿಸುತ್ತೇನೆ ಎಂಬುದಾಗಿ. കുറെ പേരോട് ഈശോ പറയുകയാണ്, ഈ തെറ്റായ ബന്ധം നിങ്ങൾ ഉപേക്ഷിക്കണം, അത് നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. ಅನೇಕರಿಗೆ ಯೇಸು ಹೇಳುತ್ತಾರೆ, ನೀವು ಮಾಡುತ್ತಿರುವ ಕೆಟ್ಟ ಸ್ನೇಹವನ್ನು ಬಿಟ್ಟು ಬಿಡಿ, ಅನೈತಿಕ ಸಂಪರ್ಕವನ್ನು ಬಿಟ್ಟು ಬಿಡಿ ಎಂಬುದಾಗಿ. ഈശോ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കത്തില്ല, ആ ബന്ധം തന്നെ നിങ്ങളെ നശിപ്പിക്കും, അതുകൊണ്ട് തിരിച്ചു വരാൻ ഈശോ പറയുകയാണ്. ಯೇಸು ಹೇಳುತ್ತಾರೆ, ನಾನು ಎಂದಿಗೂ ನಿಮ್ಮನ್ನು ನಾಶ ಮಾಡುವುದಿಲ್ಲ, ಆ ಕೆಟ್ಟ ಸ್ನೇಹವೇ ನಿಮ್ಮನ್ನು ನಾಶನಕ್ಕೆ ಕೊಂಡೊಯ್ಯುತ್ತಿದೆ, ಅದನ್ನ ಬಿಟ್ಟು ಬಿಡಿ. ഈശോ ഇതാ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. 2 കരം ഉയർത്തി സ്തുതിക്കട്ടെ. ಪ್ರಭು ಎಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸುತ್ತಿದ್ದಾರೆ. 2 ಕರವೆತ್ತಿ ಸಲ್ಲಿಸೋಣ. ഭാഷാവലി സ്തുതിക്കട്ടെ.
ಎರಡು ಕರಗಳನ್ನು ನಿಮ್ಮ ಶಿರಸ್ಸಿನ ಮೇಲೆ ಇಟ್ಟುಕೊಳ್ಳಿ. ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. യേശു നിങ്ങളെല്ലാവരെയും ആശീർവദിಸುತ್ತಿದ್ದಾರೆ. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. ಒಂದು ಕ್ಷಣಕಾಲ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ಯಾರನ್ನಾದ್ರೂ ನೀವು ಕ್ಷಮಿಸಬೇಕಾಗಿದೆಯಾ ಎಂದು ನಿಮ್ಮ ಕಣ್ಣ ಮುಂದೆ ತಂದುಕೊಳ್ಳಿ ಆ ವ್ಯಕ್ತಿಗಳನ್ನು. ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭയങ്കര വെറുപ്പാ ദൈവമേ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെന്ന്. ഈശോ ഇതാ നിനക്ക് അനുഗ്രഹം നൽകുന്നു. ಒಬ್ಬರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಅಯ್ಯೋ ನನಗೆ ಕ್ಷಮಿಸಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ ಅಂತ. ಆದ್ರೆ ಯೇಸು ಕ್ಷಮಿಸುವ ಕೃಪೆ ಕೊಡ್ತಾ ಇದ್ದಾರೆ. ഒരുപാട് ഒരു കുടുംബത്തിൽ ഒരു മകളെ ഒരു അമ്മായിയും ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ മകളോട് പറയുക, നിനക്ക് ഞാനുണ്ട്, നീ ക്ഷമിക്കാൻ പറയുകയാണ്. ಒಂದು ಕುಟುಂಬದಲ್ಲಿ ತಾಯಿ ತನ್ನ ಮಗಳಿಗೆ ಹೇಳ್ತಾಳೆ, ನಿನಗೆ ನಾನಿದ್ದೇನೆ, ಆ ವ್ಯಕ್ತಿಯನ್ನ ಕ್ಷಮಿಸಿ ಬಿಡು ಮಗಳೇ ಎಂಬುದಾಗಿ. ഒരുപാട് അമ്മായിമ്മമാരോട് പറയുക, മരുമക്കളെ നിങ്ങൾ പരിഗണിക്കും, സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ പറയുകയാണ് ഈശോ. ಅತ್ತೆಗಳಿಗೆ ದೇವರು ಹೇಳ್ತಾರೆ, ನಿನ್ನ ಸೊಸೆಯಂದಿರನ್ನ ನಿನ್ನ ಸ್ವಂತ ಮಗಳಾಗಿ ಸ್ವೀಕರಿಸಿ ಪ್ರೀತಿಸಿ. എല്ലാവർക്കും ഇത് ക്ഷമിക്കാനുള്ള ഒരു അഭിഷേകം ദൈവം തരികയാണ്. ಎಲ್ಲರಿಗೂ ಪರಸ್ಪರ ಕ್ಷಮಿಸುವ ಅಭಿಷೇಕ ಈ ಸಮಯದಲ್ಲಿ ಲಭಿಸಲಿ. ആ ഒരു അഭിഷേകം നിറയാൻ വേണ്ടി രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ಎರಡು ಕರವೆತ್ತಿ ಕ್ಷಮಿಸುವ ಕೃಪೆ ನಮಗೆ ಲಭಿಸಲಿ ಎಂದು ನಾವು ಸ್ತುತಿಸೋಣ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ കരങ്ങൾ തലയിൽ വെച്ച്, ഒരിക്കൽ കൂടെ തലയിൽ വെച്ച് ಮತ್ತೊಮ್ಮೆ ನಿಮ್ಮ ಕರಗಳನ್ನ ನಿಮ್ಮ ಶಿರಸ್ಸಿನ ಮೇಲೆ ಇಡಿ. ഒരുപാട് മക്കള് ഒരുപാട് മുറിപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന്. ക്ഷമിക്കാൻ പറ്റാത്ത നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കി. ആരെങ്കിലും ಅನೇಕ ಮಕ್ಕಳ ಮನಸ್ಸು ಮುರಿಯಲ್ಪಟ್ಟಿದೆ. ನಿಮಗೆ ಯಾರಾದರೂ ಬೇಸರ ಮಾಡಿದರೆ, ನೋವು ಮಾಡಿದರೆ ಅವರನ್ನ ನೆನಪಿಗೆ ತಂದುಕೊಳ್ಳಿ. കുഞ്ഞുനാള് മുതൽ ശാരീരികമായിട്ട് ഉപദ്രവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് ഉപദ്രവം ഏറ്റൊരു മകള് ഒത്തിരി വേദനിച്ചതിനകത്ത് കരയുന്നുണ്ട്. എൻ്റെ ജീവിതം നശിച്ചല്ലോ എന്ന് ഈശോ പറയും. ഇല്ല മകളെ, നീ അങ്ങനെ ചിന്തിക്കരുത്, നിന്നെ ഞാൻ പുതിയതാക്കിയിരിക്കുന്നു എന്ന് ഈശോ പറയുകയാണ്. ಚಿಕ್ಕ ಮಗುವಾಗಿರುವಾಗಲೇ ಆಕೆಯ ಶರೀರವನ್ನ ಮಲಿನ ಮಾಡಿ ಆತ್ಮ ವ್ಯಭಿಚಾರ ಮಾಡಿದಂತ ಆ ಹೆಣ್ಣು ಮಗಳಿಗೆ ಯೇಸು ಹೇಳ್ತಾರೆ, ನಾನು ನಿನ್ನನ್ನು ಕ್ಷಮಿಸಿ ಆಶೀರ್ವದಿಸುತ್ತೇನೆ, ಭಯಪಡಬೇಡ. ഈശോ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടുള്ള എല്ലാ അശുദ്ധിയും ഈശോ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ಸೋಷಿಯಲ್ ಮೀಡಿಯಾ ಮೂಲಕ ನೀವು ನೋಡಿದ ಅನೈತಿಕ ಚಿತ್ರಗಳು, ಅಶ್ಲೀಲ ಚಿತ್ರಗಳ ಮೂಲಕ ಬಂದಂತ ಪಾಪದ ಕಟ್ಟುಗಳಿಂದ ಯೇಸು ಬಿಡುಗಡೆ ಮಾಡುತ್ತಿದ್ದಾರೆ. കർത്താവ് പൂർണ്ണമായിട്ട് എല്ലാവരോടും ക്ഷമിക്കുന്നത് കാണിച്ചു തരുന്നു. ಪ್ರಭು ಯೇಸು ಸಂಪೂರ್ಣವಾಗಿ ಇಲ್ಲಿರುವ ಪ್ರತಿಯೊಬ್ಬರನ್ನ ಕ್ಷಮಿಸುತ್ತಿದ್ದಾರೆ. ಅದನ್ನ ದರ್ಶನದಲ್ಲಿ ഈശോ പറയുകയാണ്, പാപത്തിന്റെ ഭാരം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കല്, അത് ഞാൻ കുരിശിൽ ഏറ്റെടുത്ത് കഴിഞ്ഞുവെന്ന്. ಯೇಸು ಹೇಳ್ತಾರೆ, ಆ ಪಾಪದ ಭಾರವನ್ನ ನೀನು ಹೊತ್ತುಕೊಳ್ಳಬೇಡ ಮಗನೇ ಮಗಳೇ, ನಾನು ಶಿಲುಬೆಯಲ್ಲಿ ಆ ಭಾರವನ್ನು ತೆಗೆದುಕೊಂಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ. 7 പേരുടെ ഉള്ളിൽ നിന്ന് ഈശോ നിരാശയുടെ ഒരു അരൂപി എടുത്തു മാറ്റുന്നു. 7 ಜನರ ಜೀವಿತದಲ್ಲಿದ್ದ ನಿರಾಸೆಯ ದುರಾತ್ಮನಿಂದ ಬಿಡುಗಡೆ ಮಾಡುತ್ತಿದ್ದಾರೆ. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 4 പേരോട് ഈശോ പറയും, അങ്ങനെ ചെയ്യരുതേ, ഞാൻ നിങ്ങളെ ഉയർത്തുമെന്ന് പറയുകയാണ്. 4 ಜನ ಆತ್ಮಹತ್ಯೆ ಆಲೋಚನೆ ಮಾಡುವ ವ್ಯಕ್ತಿಗಳಲ್ಲಿ ದೇವರು ಕಾರ್ಯ ಮಾಡುತ್ತಿದ್ದಾರೆ. ನೀನು ಮಾಡಬೇಡ, ನಾನು ನಿನ್ನನ್ನು ಅಭಿವೃದ್ಧಿ ಮಾಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഈശോയ്ക്ക് ഈശോ കാണിച്ചു തരികയാണ്. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞതുപോലെ ഈശോ ഇതാ അൾത്താരയിൽ നിന്ന് നിങ്ങളെ നോക്കി കരയുക, നിങ്ങളുടെ വേദനകൾ നോക്കി ഈശോയ്ക്ക് കരച്ചിൽ വരുന്നെന്ന്. ಲಾಸರನ ಸಮಾಧಿಯ ಬಳಿ ನಿಂತು ಯೇಸು ಕಣ್ಣೀರಿಟ್ಟ ರೀತಿಯಲ್ಲಿ ನಿಮ್ಮ ದುರವಸ್ಥೆಗಾಗಿ ಯೇಸು ಕಣ್ಣೀರಿ ಇಡುತ್ತಿದ್ದಾರೆ. ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നു. ಯೇಸು ಎಲ್ಲರನ್ನು ಪ್ರೀತಿಸುತ್ತಿದ್ದಾರೆ. ഈശോ ആന്തരിക മുറിവുകളെല്ലാം ഉണക്കുകയാണ്. ನಿಮ್ಮ ಆಂತರಿಕ ಗಾಯಗಳನ್ನು ಮುಟ್ಟಿ ಗುಣಪಡಿಸುತ್ತಿದ್ದಾರೆ. 2 കരമുയർത്തി വിളിക്കുന്ന യേശുവേ, 2 ಕರವೆತ್ತಿ ಹೇಳೋಣ, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿ. പറഞ്ഞേ ഹല്ലേലൂയ, അങ്ങനെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നിങ്ങളെല്ലാവരെയും ഈശോ അത്യധികം സ്നേഹിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു. ಪ್ರಭು ಯೇಸು ನಿಮ್ಮೆಲ್ಲರನ್ನು ಪ್ರೀತಿಸುತ್ತಿದ್ದಾರೆ. ಚಪ್ಪಾಳೆ, ಸಂತೋಷದ ಚಪ್ಪಾಳೆಯಾಗಿದೆ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുകയാണ്,
ഇനിയും നിങ്ങൾ ഈ ഭാരം മനസ്സിൽ ഞാൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഇത് ചുമന്നുകൊണ്ട് നടക്കണമെന്ന് ഈശോ ചോദിക്കുകയാണ്. ಯೇಸು ಹೇಳ್ತಾರೆ, ನಿಮ್ಮ ಪಾಪದ ಭಾರವನ್ನ ನಾನು ತೆಗೆದುಕೊಂಡು ಬಿಟ್ಟಿದ್ದೇನೆ, ಇನ್ನು ನೀವು ಸ್ವತಂತ್ರರಾಗಿ ಜೀವಿಸಿ ಎಂಬುದಾಗಿ. നിങ്ങൾ മുഖമൊക്കെ കണ്ടിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇനി നമ്മൾ സന്തോഷിക്കണം, ഒന്ന് ചിരിച്ചേ. ಪರಸ್ಪರ ಮುಖಗಳನ್ನು ನೋಡಿ ಪಾಪದ ಭಾರ ಕೊಟ್ಬಿಟ್ಟಿದ್ದೀರಾ, ಸಂತೋಷಿಸೋಣ ಸ್ವಲ್ಪ. ഹല്ലേലൂയ. ഈശോ നിങ്ങളോട് എല്ലാവരോടും ക്ഷമിച്ചു. ഈശോ നിങ്ങൾ എല്ലാവരും ക്ഷമിച്ചു. കൈകൾ ഉയർത്തി അടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ഈശോ നമ്മളെ ക്ഷമിച്ച, നമ്മളോട് കരുണ കാണിച്ച ഈശോയെ നമ്മളൊന്ന് ആരാധിക്കാൻ പോവുകയാണ്. ನಮ್ಮನ್ನು ಕ್ಷಮಿಸಿ ಆಶೀರ್ವದಿಸಿದ ಯೇಸುವನ್ನ ಸಂತೋಷದಿಂದ ನಾವು ಸ್ತುತಿಸೋಣ. നിങ്ങളിങ്ങനെ കല്ല് പോലെ ഇരിക്കില്ല. ഡാൻസ് ചെയ്യേണ്ടവർക്ക് ഡാൻസ് ചെയ്യാം, കൈയടിക്കേണ്ടവർ കൈയടിക്കാം, കൂവേണ്ടവർക്ക് കൂവാം. ഇത്ര നമ്മുടെ ദൈവം നമ്മുടെ മുന്നിൽ സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി വരുമ്പോൾ നിങ്ങളിങ്ങനെ കരഞ്ഞ് നടക്കരുത്. ഈശോ അത് ആഗ്രഹിക്കുന്നില്ല. ನೀವು ಕಲಿತರ ನಿಂತ್ಕೋಬೇಡಿ, ಸ್ವತಂತ್ರವಾಗಿ ದೇವರನ್ನ ಸಂತೋಷದಿಂದ. ನಿಮ್ಮ ಪಾಪ ಪರಿಹರಿಸಲ್ಪಟ್ಟಿದ್ಯಾ? ಪಾಪ ಹೋದ್ಮೇಲೆ ನಮಗೇನ್ ಬರುತ್ತೆ? ಸಂತೋಷ. ഹല്ലേലൂയ. ഈശോ യോഹന്നാനിലൂടെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും അസ്വസ്ഥമാകരുതെന്ന്. ഈശോ അത് ആഗ്രഹിക്കുന്നില്ല. ಯೇಸು ಹೇಳಿದ್ರಲ್ಲ, ನೀವು ಹೃದಯದಲ್ಲಿ ಕಳವಳಗೊಳ್ಳಬೇಡಿ ಅಂತ, ಭಯಪಡಬೇಡಿ. ഈശോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്ന നിമിഷമാണ്. നമ്മൾ ദാവീദ് രാജാവ് ആരാധിച്ചതുപോലെ നൃത്തം ചെയ്ത് ആരാധിക്കാൻ പോവുകയാണ്. ದಾವೀದ ಯೇಸುವನ್ನ ಸ್ತುತಿ ಮಾಡಿದ ರೀತಿಯಲ್ಲಿ ನಾವು ನಾಟ್ಯವಾಡುತ್ತಾ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಕುಣಿದು ಕುಪ್ಪಳಿಸಿ ಚಪ್ಪಾಳೆ ತಟ್ಟುತ್ತಾ ശക്തിയോടെ ആരാധിക്കണം. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಸಂತೋಷ, ಸಮಾಧಾನ, ಪ್ರೀತಿ, ಆನಂದ. ಕಮಾನ್, ಕುಂದಕಾರ ಮರ ಬಂದಾಗ ಮನೆ ಒಳಗಡೆ ಡ್ಯಾನ್ಸ್, ಹಬ್ಬ ತೂಕ, ಕಪಾಳ ಮೇಲೆ.
ದುಂದುಗಾರ ಮಗ ಮನೆ ಒಳಗೆ ಬಂದಾಗ ಸಂಗೀತ, ಕುಣಿತ, ನರ್ತನ, ಹಬ್ಬದ ಊಟ. ಕಾರಣ ಸತ್ತು ಹೋಗಿದ್ದ ನನ್ನ ಮಗ ಬದುಕಿ ಬಂದ. ನಿಮ್ಮ ಪಾಪಗಳು ಕ್ಷಮಿಸಲ್ಪಟ್ಟಿದೆ ಅಂದ್ರೆ ನೀವು ಕುಣಿದು ಕುಪ್ಪಳಿಸ್ಬೇಕು, ಪೂರ್ತಿ ಸಂತೋಷವಾಗಿ. ಇನ್ನೊಂದು ಸ್ಟ್ಯಾನ್ಸ, ಓಕೆನಾ? ಆಮೇಲೆ ಫಾದರ್ ಲೀಡ್ ಮಾಡ್ತಾರೆ. ಇನ್ನೊಂದು ಸ್ಟ್ಯಾನ್ಸ. ಸಂತೋಷ ಪರಿಪೂರ್ಣ ಆಗಿಲ್ಲ, ಸಂತೋಷ ನೀವು ಕುಣಿದು ಕುಪ್ಪಳಿಸ್ಬೇಕು. ಅಲ್ಲರೂ ಬೇಡ, ಹಾಡು ಬೇಡ, ಕುಣಿತ ಬೇಡ ಅಂತ ಹೇಳಿ ಹೊರಗಡೆ ಹೋದ ದೊಡ್ಡ ಮಗ ಏನಾದ? ಹೊರಗಡೆನೇ ಹೋಗ್ಬಿಟ್ಟ. ಆದ್ರೆ ನಾವು ತಂದೆ ಮನೆಗೆ ಬಂದ ದುಂದುಗಾರನ ಮಗ, ತಂದೆಯ ಎಲ್ಲ ಆಶೀರ್ವಾದವನ್ನು ಮರಳಿ ಪಡೆದುಕೊಂಡ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. ഈശോ വന്ന് ജനത്തെ കണ്ടപ്പോൾ ഈശോ എന്താ പറയുക, എനിക്ക്